തിരുവനന്തപുരത്ത് നടന്ന പ്രൈവറ്റ് ബസ്സുകാരൻ്റെ സംഭവം, ഒരാളെ വണ്ടിയുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചു. അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓവർടേക്കിംഗ് അല്ല, അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റിലൂടെ കയറി KSRTC ബസ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് ചെയ്ത ഒരു ഇതാണ്. അതിലൊരു ജീവൻ പൊലിഞ്ഞു, ഒരു കുടുംബം തകർന്നു എന്ന് ആലോചിക്കുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ അവരുടെ ലൈസൻസ് റദ്ദാക്കുമ്പോൾ, അവരുടെ വണ്ടിയുടെ RC ബുക്ക് റദ്ദാക്കുമ്പോൾ അതിന് റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നവരുണ്ട്. അതാണ് ഏറ്റവും കഷ്ടമായിട്ട് തോന്നുന്നത്. നമ്മൾ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതാണ് ഏറ്റവും സഹിക്കാനൊക്കാത്തത്. അപ്പൊ ഇത് വളരെ മിനിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ അപകടം ഉണ്ടാകുന്ന ഉന്നതതല സമിതിയോ അല്ലെങ്കിൽ ഓവർടേക്കിംഗ് മന്ത്രിതല സമിതിയോ എന്തെങ്കിലും ഈ രീതിയിൽ അങ്ങനെയല്ല. പോലീസും മോട്ടോർ വെഹിക്കിളും ചേർന്നുകൊണ്ട് ഒരു വലിയ പരിശോധനയും ഒരു വിലയിരുത്തലും നടത്താനുള്ള ഒരു സംവിധാനം ഉടനുണ്ടാകും. അതാണ് നല്ലത്. നമ്മളൊരു കമ്മിറ്റി വെച്ചതുകൊണ്ട്, ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് അത് തീരില്ല. പ്രായോഗികമായി ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പോലീസാണ്, ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഇത് പരിശോധിക്കുന്ന ആൾക്കാർ, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവർ രണ്ടു കൂട്ടരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കേരളം മുഴുവൻ ഡ്രൈവിലേക്ക്. മോട്ടോർ വെഹിക്കിൾ ഇത്തരത്തിലുള്ള സംവിധാനമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സംവിധാനങ്ങൾ കുറവാണ്, എന്നാൽ നമ്മുടെ സ്ട്രെങ്ത് കുറവാണെങ്കിലും പോലീസ് കൂടി സഹകരിക്കുമ്പോൾ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടാവും. പോലീസിന്റെ ലോറികൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അത് ഈ ലോറികളുടെ അനിയന്ത്രിതമായ ഒരു പാച്ചിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ക്രമക്കേട് അതൊക്കെ എങ്ങനെ നിയന്ത്രിക്കുന്നത്? ഈ മെയിനായിട്ടുള്ളത് ഈ ഓവർലോഡ്, പിന്നെ ഈ ഓവർ സ്പീഡ്, ഇത് രണ്ടുമാണ് നമ്മളെ ലോറികളിൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം ലോറിയിൽ ഓവർലോഡ് കയറുമ്പോൾ വണ്ടിയുടെ ആ ഒരു നിർമ്മിക്കുന്ന ഡിസൈനിലൊരു ഇത് വെച്ചിട്ട് ഒരു അപകടം ഉണ്ടാവും. മറ്റൊന്ന് സ്പീഡിന്റെ കാര്യമാണ്. ഈ ചെറിയ ടിപ്പർ ലോറിക്കൊക്കെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോഡോട് കൂടി പിന്നെ കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ ഒരാൾ മുന്നിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു ഇതല്ല. അതിന് പകരം ട്രെയിൻ വരുന്ന പോലെ അവരെ പുറത്തുകൂടെ കയറി പോകുക എന്നുള്ളത്. ട്രെയിനിലൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രെയിനിൻ്റെ മുമ്പിൽ ആൾ ചാടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളിത് പെട്ടെന്ന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ പുറത്തുകൂടെ അങ്ങ് പോകുക എന്നുള്ളത് കവിഞ്ഞ ഒരു ഇതുമില്ലാത്തൊരു നില. ഈ ടിപ്പറിനൊക്കെ ഒരു 2000 രൂപ പിഴ അടിച്ചിട്ട് ഗവർണേഴ്സിലെ പിഴയടിച്ചിട്ട് പിഴയടച്ചൊന്നും വിടത്തില്ല. ഇപ്പോൾ ചെയ്യുന്ന വെച്ചാൽ ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ആ വണ്ടിയുടെ സ്പീഡ് ഗവർണർ തിരിച്ച് റീകണക്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്റെ പേര് നടപടിയെടുക്കും. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് കാര്യത്തിൽ. ഞാൻ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇതൊന്നും ഊരിയിടാനോ ഒന്നും സമ്മതിക്കത്തില്ല. ട്രാഫിക് നിയമലംഘനം കണ്ടാൽ ഇപ്പോൾ സാധാരണ നമ്മൾ സസ്പെൻഡ് ചെയ്യുക. ഇപ്പം ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5000 രൂപ ഫൈൻ അടച്ചാൽ തിരിച്ചു കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ കിട്ടില്ല. കേരളത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ അത് IDTRലോ അതിന്റെ സബ് സെന്റർ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി 5 ദിവസത്തെ ട്രെയിനിങ് എടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ. പിന്നെ ചില കേസുകളിലൊക്കെ നമ്മളൊരു സാമൂഹ്യ സേവനം കൂടി വയ്ക്കുന്നുണ്ട്. അത് നിയമത്തിൽ വ്യവസ്ഥയുള്ള കാര്യമാണ്. പക്ഷേ 5 ദിവസം ട്രെയിനിങ് എല്ലാവർക്കും റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ 5 ദിവസം സേവനം മാത്രമല്ല 5 ദിവസം ഈ ട്രെയിനിങ്, അല്ലെങ്കിൽ 5000 രൂപ അടച്ചിട്ട് ഇതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ലൈസൻസ് ആരുടെ തന്നെ ആയാലും ശരി സസ്പെൻഡ് ചെയ്താൽ 5 ദിവസത്തെ ട്രെയിനിങ് IDTRൽ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററിൽ എടുത്തതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ RTO അത് പുനഃസ്ഥാപിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ NIC-യുമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയറിൽ തന്നെ മാറ്റം വരുത്താൻ ഒരു കാരണവശാലും ഇത് കൊണ്ടുവരായി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ഇനി ആർക്ക് കൊടുക്കില്ല. ഇപ്പോൾ കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. ഈ ആരുടെ ലൈസൻസ് പോയി നിങ്ങൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കാക്കാം. അവർ ഈ ട്രെയിനിങ്ങിന് പോവാതെ അവർക്ക് ഇത് തിരിച്ചു കൊടുക്കില്ല. അദ്ദേഹമായിട്ടുള്ള കാര്യങ്ങൾ ശബരിമല നമ്മുടെ സേഫ് ശബരിമല എന്നൊരു പദ്ധതി നടക്കുന്നുണ്ട്. അതിനുള്ളൊരു സാമ്പത്തിക സഹായവും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹം അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഈ അപകടങ്ങൾ പറ്റുമ്പോൾ എടുക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്, ക്രെയിനുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ, ഇപ്പോൾ കേരളത്തിലാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ വളരെ സ്ട്രിക്റ്റായി. ഇപ്പോൾ അദ്ദേഹം 2 ദിവസം കൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എല്ലാ താലൂക്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് തരത്തക്ക രീതിയിൽ. ഇപ്പോൾ KSRTC 13 ഡ്രൈവിംഗ് സ്കൂളുകൾ സ്ഥാപിച്ചു.